ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നറിയോ, ഞാൻ വിഷു ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, വിഷുവിന് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അടിക്കാൻ പറ്റാതെ പോയ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ, കുറെ അമ്മമാരുണ്ടാവും. സോ ഞാൻ ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ക്രോപ്പ് ടോപ്പും സ്കേർട്ടും അഥവാ പട്ടുപാവാട ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ എടുത്ത് വെക്കാം. എനിക്ക് ഇതിന്റെ മുന്നിൽ ധാവണിയുടെ സ്റ്റിച്ചിങ് വീഡിയോന്റെ ഷോർട്സിന് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാത്തത് എന്തെന്ന്. സോ ആളോട് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ഞാൻ ആൺകുട്ടിക്ക് ഇങ്ങനെ തുണി എടുത്തപ്പോ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ പോലെ ചെയ്യാന്ന്. അപ്പൊ തയ്യൽ മെഷീനൊക്കെ വീട്ടിലുണ്ടായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാനിട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് കേട്ടോ. പുറത്ത് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പ് സ്കേർട്ട് എങ്ങനെയത് വെച്ച് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തിട്ട് ഓക്കെയാണ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് നന്നായി എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അതിന്റെ അടുത്ത വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഇതിന്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. 2.5 വയസ്സാണ് ആമിക്ക്. 2.5 വയസ്സിന്റെ മെഷർമെന്റ് ആണ് ഞാൻ അതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ 3.5 വയസ്സിന് എത്രയാ 4.5 വയസ്സിന് എത്രയാന്നൊന്നും ആരും ചോദിക്കരുത്, അല്ലെങ്കിൽ കമന്റ് ഇട്ടോളൂ. നമുക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ഉണ്ട്, വേണമെങ്കിൽ ഞാനത് കൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ അളവ് പറയാം കേട്ടോ. ലെങ്ത്ത് വരുന്നത് 11, ഷോൾഡർ 8, റിഗാൾ 9, ചെസ്റ്റ് 19, വേസ്റ്റ് 18ആണ്. 19നോട് 4 കൂട്ടിയിട്ട് അതിന് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കട്ടിങ്ങിന് എടുക്കാൻ. അപ്പോൾ ആ അളവാണ് ഇങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടിട്ട് ആദ്യം ലെങ്ത്തിലേക്ക് ഒരു 1-1.5 ഇഞ്ചിട്ട് കൂട്ടിങ്ങാണ്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ. 4 ഷോൾഡർ, പിന്നെ ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യാം. അതിലേക്ക് റിഗാളൊന്ന് വരച്ച് സെറ്റാക്കണം. എന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അളവ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് റിഗാൾ കറക്റ്റാണോ എന്ന് ആദ്യം നോക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ പണിയാവും. അങ്ങനെ ഞാൻ വേസ്റ്റും ചെസ്റ്റും ഒക്കെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ചിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്യാൻ പോവുകയാണ്. കറക്റ്റാട്ടോ, ഞാൻ റിഗാൾ നോക്കിയപ്പോൾ കറക്റ്റാണ്. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ചെസ്റ്റിൻ്റെ ഭാഗത്തോ റിഗാളിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക, ഒന്ന് അടയാളപ്പെടുത്തുന്ന പോലെ. നെക്സ്റ്റ് കഴുത്താണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. 2ആണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ 3.5 വേണ്ടടുത്ത് ഒരു 3.25 എടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അത് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് കഴുത്തും ഒപ്പം തന്നെ വെട്ടുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്ര വേണം എന്നുള്ളത്. ഞാനിവിടെ 2ആണ് എടുക്കുന്നത്. ആ 2 കട്ട് ചെയ്യുക. 2 കേട്ടോ. ശേഷം നല്ല മെറ്റീരിയലിലേക്ക് ഈ ലൈനിങ് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ലൈനിങ് തന്നെയാണ് ആദ്യം കട്ട് ചെയ്യാറ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ നഷ്ടം മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇത് നല്ല തുണിയിലേക്ക് വെച്ചിട്ട് വെട്ടിയെടുക്കാൻ പോവുകയാണ്. കഴുത്തൊക്കെ വെട്ടേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റിച്ചിങ്ങിന് ഇരിക്കുമ്പോഴാണ് കഴുത്ത് വെട്ടി കൊടുക്കുക. അല്ലാതെ റിഗാളും താഴെ ഭാഗമൊക്കെ ലെങ്ത്തൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അടുത്തത് നമ്മൾ സ്കേർട്ടിൻ്റെ കട്ടിങ്ങിനാണ് നിൽക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ അരവണ്ണം വരുന്നത് വേസ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ മുകളിലെടുത്തില്ലായിരുന്നു വേസ്റ്റ്, അത് തന്നെയാണ്. പക്ഷേ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് 19ആണ് ഇവിടെ വേസ്റ്റ് എടുക്കുന്നത്, അതായത് അരവണ്ണം എടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് വരുന്നത് 17ആണ്. അപ്പോൾ നമ്മൾ ബാൻഡിന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് 15ലാണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. ബാൻഡ് ഒരു 2 ഇഞ്ച് വരും, 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ആ 15 ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് നേരെ കട്ട് ചെയ്യുന്നത്. ഇത് 1 മീറ്റർ കേട്ടോ ക്ലോത്ത്. 1 മീറ്ററിന് നേരെ പകുതിയാക്കിയിട്ടാണ് ഇതാക്കില്ല. അപ്പോൾ 2 മീറ്റർ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ഇത് കിട്ടും. അങ്ങനെ പിന്നെ അതിലേക്കുള്ള ബാൻഡ് ഞാൻ 30 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഈ 30 ഇഞ്ചിലേക്കാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടുങ്ങാണ്ട് ആ പറഞ്ഞ 2 ഇഞ്ചിനെ സെറ്റാക്കുന്നത്. പിന്നെ വീതി ഞാൻ ഒരു ഏകദേശം കണക്കാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കാനുള്ളൂ. പിന്നെ ലൈനിങ് എടുത്തിട്ടുള്ളത് സെയിം 2 മീറ്റർ തന്നെ 12 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കട്ടിങ്ങിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് ഫാസ്റ്റാണെന്ന് തോന്നുന്നു, പക്ഷേ ലെങ്തി ആയി പോവും ഇനി ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ. അങ്ങനെ ഈ ചവിട്ട് വീതിക്ക് കഴുത്തടിക്കണം ആദ്യം. ഞാൻ ഫ്രണ്ട് പീസാണ് ആദ്യം ചെയ്യുന്നത്. ലൈനിങ് നല്ല പീസുമ്മ വെച്ചിട്ട് റിഗാളും കഴുത്തും ചവിട്ട് വീതിക്ക് അടിച്ച് പിടിപ്പിക്കണം. ശേഷം കൂടുതലായിട്ട് നിൽക്കുന്ന തുണി കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കണം. അതായത് നല്ല ഷേപ്പിൽ ഇങ്ങനെ തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ആ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുന്നത്.
ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ശേഷം മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വിരൽ വെച്ചിട്ടൊന്നിങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ. അങ്ങനെ ഇത് മറിച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കണം. പതിച്ചടിക്കുന്ന ഒരു ഇത് തയ്യൽ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഇത് കാണുമ്പോഴും മനസ്സിലാവുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു കേട്ടോ. ഇതാണ് പതിച്ചടിക്കുന്നത്, അതായത് ആ ഷേപ്പിൽ നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ പതിച്ചടിച്ചെടുക്കണം. കഴുത്തിനൊക്കെ അടി നിർബന്ധമാണ്. ശേഷം ഈ പതിച്ചടിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സൈഡൊക്കെ ലൈനിങ്ങിൻ്റെ അതേ അളവിൽ നല്ല തുണിയിലേക്ക് പതിപ്പിച്ച് കൊടുക്കണം. അതായത് ഇനി ഉള്ളിലൊന്ന് പൊള്ളയായി നിൽക്കാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ പതിച്ചടിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെയും ആ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ ഷേപ്പിൽ ബാക്കി നിൽക്കുന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടോ. ഇതാണ് ഫ്രണ്ട് പീസ്. ഇനി ഇത് ഞാൻ പ്രിൻസസ് കട്ടാക്കാൻ പോകും കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന ഷോർട്ട് മെത്തേഡാണ്. ഒരു ഏകദേശം ഒരു ഇതിൽ ധാരണയിൽ രണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി അറ്റാച്ച് ചെയ്തെടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ ആ ഷേപ്പ് കിട്ടും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്തവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ആ കഷ്ണം ഇതിലേക്ക് പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്തിട്ട് നിർത്തി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഫ്രണ്ട് പീസ് കാണാൻ. അപ്പോൾ റെഡി ആയില്ല. ഞാൻ പറഞ്ഞ പോലെ പ്രിൻസസ് കട്ടായിട്ടുണ്ട്. ഇനി അടിഭാഗം ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഇഞ്ച് ഇതാക്കിയിട്ട് മടക്കി അടിക്കുക. അത് എന്തിനാ വെച്ചാൽ പിന്നെ മടക്കി അടിക്കുമ്പോൾ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഈ ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്തിട്ട് ബാക്കിലൊരു എന്താ പറയുക, ഒരു ഹോള് കൊടുക്കുക കേട്ടോ. ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പെറ്റലിൻ്റെ ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നേരെ നമ്മൾ നല്ല മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് നേരത്തെ നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്ത അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് വെച്ചടിക്കുക. അതായത് 1/4 ഇഞ്ച്, അതായത് ചവിട്ട് വീതിയാണ് അതിൻ്റെ അളവ്. അതിൽ ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്, അതായത് നമ്മൾ അടിച്ച നൂലുമയ്ക്ക് തട്ടാതെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് വേണം മറിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫ്രണ്ട് പീസ് ഇതിലേക്ക് അറ്റാച്ച് ആക്കിയിട്ട് വേണം മറിച്ചെടുക്കാൻ. അതെന്തിനാന്ന് വെച്ചാൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗം അങ്ങനെ പുറത്തേക്ക് കാണാതിരിക്കാൻ, ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു വൃത്തി ഉണ്ടാവും തോൾ ഭാഗം കാണാൻ. എനിക്ക് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഇനി എല്ലാം അറിയുന്ന ആൾക്കാർ കളിയാക്കാൻ നിൽക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നത്. ഇനി അപ്പോൾ ചെയ്ത പോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് ഉള്ളിലൂടെ നമ്മളെ ഷോൾഡർ പോർഷൻ ഉള്ളിലേക്ക് എടുക്കണം. അപ്പോൾ ബാക്ക് ഭാഗത്തിൻ്റെ, അതായത് ബാക്ക് കട്ടിങ്ങിൻ്റെ ലൈനിങ്ങിൻ്റെയും നല്ല മെറ്റീരിയലിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ വന്ന് നിൽക്കും. അങ്ങനെ ആക്കിയിട്ട് വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ. ഇങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്താൽ നമ്മൾ നിവർത്തി നല്ല ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ അറ്റാച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോകും, നല്ല ഫിനിഷിങ് കിട്ടും. അതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കൈയില്ലാത്തതാണ് ചെയ്യുന്നത്. അത് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൈയില്ലാത്ത ടോപ്പാണ് ചെയ്യുന്നത്, ക്രോപ്പ് ടോപ്പ്. അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നിർത്തിയെടുക്കുമ്പോൾ ഇതാ ഇത്രയും ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ നമ്മൾ ഈ നേരത്തെ കൊടുത്തല്ലോ ഒരു എന്താ പറയുക പെറ്റൻ്റെ ഷേപ്പ്, അതിൻ്റെ ഒരു മൂലഭാഗമൊക്കെ റെഡിയാക്കാണ്ട് അതൊക്കെ റെഡിയാക്കി എടുത്തിട്ട് നേരത്തെ ഫ്രണ്ട് പീസ് ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ ഇതിനെ പതിച്ചടിക്കണം. പതിച്ചടിക്കുന്നതാണ് ഏതൊരു ഡ്രസ്സിൻ്റെയും നല്ല ഫിനിഷിങ്. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യും ചിലർ. ഈ പറഞ്ഞ മാതിരി ചെയ്യാതെ വേറെ തന്നെ തുണി ഇട്ടിട്ട് ഹെമ്മിങ് ആക്കും, പൈപ്പിംഗ് ഒക്കെ ഇട്ടിട്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് കുറേ നേരം പണിയെടുക്കുന്നതിനോട് താല്പര്യം. ഞാൻ ഫുള്ള് മെഷീൻമേ തന്നെ തീരാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കാറ്. അങ്ങനെ ആ ഷേപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് നന്നായിട്ട് പതിച്ചടിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അയൺ മെഷീൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ് നല്ല പീസിനോട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസിന് ചെയ്ത അതുപോലെ തന്നെ അടിഭാഗം ലൈറ്റായിട്ടൊന്ന് മടക്കി അടിക്കണം. എന്നിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് മടക്കി അടിക്കുക ബാക്കിയുള്ള കഷ്ണം. അതായത് എനിക്ക് 10 വേണ്ടതെന്നുണ്ടെങ്കിൽ 10 ഉള്ളൂ എന്നെങ്കിൽ അതിന് 1/2 ഇഞ്ചാണ് ഞാൻ മടക്കി അടിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം സൈഡും കൂടി കൂട്ടി കൊടുത്താൽ ടോപ്പിൻ്റെ പണി തീരും. അപ്പം ഞാനിവിടെ അധികം ലെങ്ത്തിൽ എടുത്തിട്ടില്ലായിരുന്നു. 1/2 ഇഞ്ച് തന്നെ മടക്കി അടിക്കാനുള്ളൂ. അത് അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ആ ഷേപ്പിൻ്റെ ഭാഗം, ഹൂക്ക് വെക്കേണ്ട ഭാഗം ഞാനൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടോ മെഷീൻ വെച്ചിട്ട് തന്നെ. അതായത് നല്ല ഷേപ്പ്, അതായത് ചെസ്റ്റിൻ്റെ ഭാഗം ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത്. ഈ പരിപാടി, അതായത് ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ആ കെട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഹൂക്കും ഇതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡും കൂടി കൂട്ടിയിട്ട് ഞാൻ ഓവർലോക്കിന് പകരം
ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് ഏറ്റവും തുമ്പത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. ഷേപ്പാക്കി അടിച്ചതിന് ശേഷം കട്ടിങ് ചെയ്യുന്നവരുണ്ട്. അതായത് ഇങ്ങനെ ഓരോ നോച്ചസ് പോലെ ഇട്ട് കൊടുക്കും. പക്ഷെ ഞാനത് ചെയ്യാറില്ല. കാരണം കുട്ടികൾ വണ്ണം വെച്ചാൽ പിന്നെ അത് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഒക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ ഞാൻ കട്ടിങ് കൊടുക്കാതെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മാത്രം കൊടുക്കും. അപ്പം നമ്മളെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇതിലേക്ക് ഒരു ബട്ടർഫ്ലൈനും കൂടി ചെയ്യാം. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ബോ. അവൾക്ക് ബോ ഭയങ്കര ഇഷ്ടമാണ് ആമിക്ക്. അതിനും വേണ്ടിയിട്ടാണ് ഈ ബോ ചെയ്യുന്നത്. ബോ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുവിധം എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അപ്പോൾ സ്കേർട്ടിനും വേണ്ടിയിട്ടാണ് ഈ ബോ ഇപ്പം ചെയ്യുന്നത്. അത് അതിലേക്ക് ആഫ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് ഊരിക്കളയും. എന്താണെങ്കിലും ഒരെണ്ണം ഈ നൂല് മാറ്റുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബോ സെറ്റാക്കിയത്. ഇനി നമുക്ക് സ്കേർട്ടിലേക്ക് കിടക്കാം. സ്കേർട്ടിൽ നമ്മൾ ബാൻഡിന് കട്ട് ചെയ്ത് വെച്ച കഷ്ണം എടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കിയടിക്കുക, ചെറുതായിട്ട് മടക്കിയടിക്കുക. എന്നിട്ട് നമ്മുടെ OG ക്ലോത്തും ഉണ്ടാവും, ലൈനിങ് ക്ലോത്തും ഉണ്ടാവും. ഈ OG ക്ലോത്ത് ഞാൻ പറഞ്ഞല്ലോ 1 മീറ്റർ 2 കഷ്ണമായിട്ടുള്ള, അപ്പോൾ 2 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനൊന്ന് ലോക്ക് ചെയ്തിട്ട് അടിക്കണം. ഈ ഓവർലോക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് അടിക്കുന്നത്. അതൊന്ന് അടിച്ചിട്ട് പതിച്ചടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഒരു മെറ്റീരിയലായിട്ട് ഒറ്റ ഷീറ്റായിട്ടേ തോന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ബാൻഡിലേക്ക് ആദ്യം ലൈനിങ് തുണിയാണ് പ്ലീറ്റ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അത് ഉള്ളിലേക്ക് പോകാനുള്ളത് ആയതുകൊണ്ടാണ് ആദ്യം ലൈനിങ് പ്ലീറ്റ് ഇട്ട് ചെയ്യുന്നത്. അത് നമ്മളെ ഇഷ്ടത്തിന് 1, 1.5, 2 എത്ര വേണമെങ്കിലും ചെയ്യാം. സെയിം മെത്തേഡിൽ തന്നെ നല്ല മെറ്റീരിയലും നമുക്ക് പ്ലീറ്റ് ഇട്ട് സെറ്റാക്കാം. എനിക്ക് പൊതുവേ നല്ല വലിയ പ്ലീറ്റുകളാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു 1.5 ഇഞ്ചിൻ്റെ പ്ലീറ്റ് കണക്കാക്കി ഇട്ടുന്നുണ്ട്. പിന്നെ ആമിക്കുട്ടിക്കാണെങ്കിലും ഇട്ട് ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ പ്ലീറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊന്തി നിൽക്കുന്നത്. ചെറിയ പ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അയൺ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. ഇത് വലുതാവുമ്പോൾ അയൺ ചെയ്ത് സെറ്റാക്കാനും സുഖമാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് അയൺ ചെയ്തിട്ടാണ് ഇനി ബാക്കി പരിപാടികളിലേക്ക് കിടക്കുക. ഞാനിവിടെ ബാൻഡും കൂടി അടിച്ച് സെറ്റാക്കണം. അതായത് നമ്മൾ നേരത്തെ മടക്കി അടിച്ചില്ല ചെറിയൊരു പോർഷൻ, അത് നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട ഭാഗത്തേക്ക് നേരെ മടക്കി വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനുള്ള സ്ഥലം റെഡി. ഞാനങ്ങനെ അയണൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇലാസ്റ്റിക് ഞാൻ 19 ഇഞ്ചിന് 15.5 എടുത്തിട്ടുള്ളത്. ഒരു 2.5 3.5 ഇഞ്ചോളം നമുക്ക് കുറയ്ക്കാം. എന്നിട്ട് നല്ല വലിയ പിന്ന് വെച്ചിട്ട്, സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഈ ഇലാസ്റ്റിക് നമ്മൾ ബാൻഡിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആട്ടോ ഞാൻ എടുക്കുന്നത്. അങ്ങനെ കയറ്റി 2 ഭാഗം ലോക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാണ്ട്. ആ സ്റ്റിച്ചിലാണ് ഇതുമ്പോൾ ശരിക്കും പ്ലീറ്റ് വരിക. അപ്പോൾ ഞാൻ 2 ഭാഗം ലോക്ക് ഇട്ടതിന് ശേഷം ആ പ്ലീറ്റ് കൊടുക്കുകയാണ്. നേരെ പിടിച്ച് വെച്ച് ചെയ്യണം, ചുളിയാൻ പാടില്ല. ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ നല്ല ചുളിഞ്ഞ് നല്ല സുന്ദരനായിട്ടുണ്ടാവും. അങ്ങനെ ഞാനത് ചെയ്തു. ഇനി നമുക്ക് സൈഡ് കൂട്ടണം. അപ്പോൾ ആദ്യം ബാൻഡിൻ്റെ ഭാഗമാണ് നമ്മൾ ലോക്കാക്കുക. ആ ഒരു പോർഷൻ മാത്രം നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ഒരു 3-4 കൊടുക്കുക റിപ്പീറ്റായിട്ട്. എന്ന ശേഷം നമുക്ക് നല്ല മെറ്റീരിയൽ രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് സൈഡ് അടിച്ച് കൊടുക്കാം. ശേഷം ഈ ലൈനിങ് മുകളിലേക്ക് തന്നെ പിടിച്ചിട്ടാണ് ഞാൻ സൈഡ് അടിക്കൽ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചെയ്ത ഭാഗം പുറത്ത് കാണണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ സ്കേർട്ട് റെഡിയായി. അപ്പം ഞാൻ ഒരു ബോയും കൂടി ഉണ്ടാക്കാൻ പോവാം കേട്ടോ ടോപ്പിലേക്ക്. അപ്പോൾ രണ്ടും തുന്നി പിടിപ്പിക്കാനും കൂടിയുണ്ട്. അപ്പോൾ ഈ ബോ ഉണ്ടാക്കുന്ന സിമ്പിൾ പരിപാടിയാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്. ഞാൻ ഇതിലേക്ക് എന്തെങ്കിലും ഹെയർ ആക്സസറീസും കൂടി നോക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആമി സമ്മതിക്കുന്നില്ല, എപ്പോഴേ അവൾക്കത് ഇടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബോ ഏകദേശം റെഡിയായി. ഇതിനി ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് നൂല് വെച്ച് കെട്ടിയിട്ട് നമ്മൾ ടോപ്പിൻ്റെ തുണി വെച്ചിട്ടാണ് അവിടെ ഒരു ചെറിയൊരു റിബൺ പോലെ കെട്ടി കൊടുക്കുന്നത്, ചെറിയ രീതിയിൽ കേട്ടോ. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കാറ്. ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒക്കെ മെഷീനിൽ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. തൊണ്ടയൊക്കെ പോയിന് കേട്ടോ, ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാവും വരിക. ടോപ്പ് സ്കേർട്ടിന് ഇങ്ങനെയും ടോപ്പിന് ഇങ്ങനെയും. അപ്പോൾ സ്കേർട്ടിന് ഇത് ഓക്കെ അല്ലാണ്ടെങ്കിൽ ഞാൻ അഴിച്ചൊഴിവാക്കും ആദ്യം. ഗൈസ്, അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കേർട്ട് ഇതാ, സ്കേർട്ടിന് ആ ബോ ഞാനിവിടെ തുന്നി പിടിപ്പിച്ചതാണ്. പിന്നെ അടുത്തത് ടോപ്പ്. ഓക്കെ, യെസ്. നമുക്കിതൊന്ന് ഇട്ട് നോക്കണ്ടേ? നോക്കണ്ടേ നോക്കാട്ടോ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണേ. ഇനി അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഞാനൊന്ന് ഇടിപ്പിച്ച് കാണിക്കാം കേട്ടോ.
അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിക്കുട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കിടയിലാണ് ആൾ പുതിയ ഡ്രസ്സ് കിട്ടിയതിൻ്റെ. അപ്പോൾ ഇപ്പം തന്നെ വിഷു ആയി എന്നാണ് അവളെ വിചാരം. അങ്ങനെ എൻ്റെ പൂവൊക്കെ കുറേ പൊട്ടിച്ചു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിന്നോളൂ. അതുപോലെ തന്നെ മാക്സിമം കമൻസൊക്കെ ഷെയർ ചെയ്യട്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്.